ഓണമായാലും, വിഷു ആയാലും, ക്രിസ്മസ് ആയാലും വല്യേട്ടനില്ലാത്ത കൈരളിയിൽ ഒരു ആഘോഷവുമില്ല. എന്നാൽ ഇനി ഈ ഓണം മുതൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഏത് ആഘോഷത്തിനും കൈരളിയിൽ ഓടിയിരുന്ന മമ്മൂട്ടിയുടെ വല്യേട്ടൻ സിനിമ ആ പടി ഇറങ്ങിയിരിക്കുകയാണ്. 25 വർഷത്തെ സാറ്റലൈറ്റ് അവകാശത്തിന്റെ കാലാവധി തീരുന്നതിന് പിന്നാലെയാണ് കൈരളിൽ വല്യേട്ടൻ സിനിമയുടെ സംപ്രേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, ഷാജി കൈലാസ്, രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഒരുക്കിയ വല്യേട്ടൻ 2000-ലാണ് തിയേറ്ററിലെത്തിയത്. 2001 മുതൽ കൈരളിയിൽ വല്യേട്ടൻ സിനിമ സംപ്രേഷണം ചെയ്തു തുടങ്ങി. കൈരളി ചാനൽ ആരംഭിച്ച് ആദ്യമായി സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയ ചിത്രമായിരുന്നു വല്യേട്ടൻ. പിന്നീട് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും തുടങ്ങി എല്ലാ വിശേഷ ദിവസങ്ങളിലും കൈരളിയിൽ വല്യേട്ടനോടും. അത് പിന്നീട് ട്രോളായും മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 ചിത്രം 4K ഡോൾബി അറ്റ്മോസിൽ റീ റിലീസിന് എത്തിച്ചിരുന്നു. 1900 ദിവസങ്ങളിൽ ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമയെന്ന റെക്കോർഡും കൈരളിക്കും വല്യേട്ടനുമുണ്ട്. ഒരു ഹോളിവുഡ് സിനിമയ്ക്കും നേടാനാകാത്ത റെക്കോർഡാണ് മമ്മൂട്ടി ചിത്രത്തിന് ലഭിച്ചത്. കൈരളി ചാനൽ ആരംഭിച്ച് 4 മാസത്തിനു ശേഷമാണ് വല്യേട്ടൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. തിയേറ്ററിൽ റിലീസ് കഴിഞ്ഞ് ഒരു വർഷത്തിനിടെ വല്യേട്ടൻ ടിവിയിൽ അന്ന് സംപ്രേഷണം ചെയ്തപ്പോൾ മലയാളം ചാനൽ മേഖലയിൽ കൈരളി പുതിയ ചരിത്രം കുറിക്കുകയായിരുന്നു. അന്ന് 15 ലക്ഷം രൂപയ്ക്കാണ് മമ്മൂട്ടി ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശം കൈരളി സ്വന്തമാക്കിയതെന്ന് മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ വല്യേട്ടൻ സിനിമയുടെ നിർമ്മാതാവായ ബൈജു അമ്പലക്കര വെളിപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ ഏകദേശം 10 കോടി രൂപയോളം വരും. ഈ 15 ലക്ഷത്തിന് വാങ്ങിയ സിനിമ ടി.ആർ.പി റേറ്റിംഗിന് പല ഘട്ടങ്ങളിലും ചാനലിനെ പിടിച്ചു നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. നല്ല തുക ചാനലിന് വല്യേട്ടൻ സിനിമയോടെ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും ബൈജു അമ്പലക്കര വ്യക്തമാക്കുകയും ചെയ്തു.